അപ്പോൾ എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്നറിയോ? എന്നോട് കുറേയധികം പേര് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എനിക്കറിയാം അതിനേക്കാൾ ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ട്, പക്ഷേ തുറന്നു ചോദിക്കാൻ ഭയങ്കര മടിയാണ്. ഇതെന്തോ നാണക്കേടല്ലേ, ഇതെങ്ങനെ വേറൊരാളോട് സംസാരിക്കുക, ഇത് വലിയൊരു തെറ്റാണ്, ഇത് പാപമാണെന്ന് ചിന്തിക്കുന്നവർ വരെയുണ്ട്. സോ അങ്ങനെയുള്ളൊരു ടോപ്പിക് ഓൾറെഡി തമ്മിൽ കണ്ട നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ടോപ്പിക് എന്നുള്ളത്. സോ വലിച്ചു നീട്ടുന്നില്ല, എന്നാലും പറയുകയാണ് മാസ്റ്റർബേഷൻ, അതായത് സ്വയംഭോഗം. ഈ സ്വയംഭോഗം സത്യത്തിൽ എന്താണെന്ന് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും, ഇത് ചെയ്യാത്തവരും ചുരുക്കമായിരിക്കും. സർവേകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാലും ഇതൊരു വലിയ തെറ്റാണ്. ഇത് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി ശാരീരിക പ്രശ്നമുണ്ട്. ചെയ്യുന്നവർക്ക് പോലും അത് ചെയ്തു കഴിഞ്ഞാൽ ഇതെന്തോ വലിയ പാപം ചെയ്തു എന്നുള്ള ഒരു ഫീലൊക്കെ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതെന്താണ്, ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ജസ്റ്റ് മെഡിക്കലി ആണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ മതപരമായിട്ടോ, നിങ്ങളുടെ മതം ചിലപ്പോൾ ഇതിനെതിരായിരിക്കും, അതിനെ ഒന്നും ഹേർട്ട് ചെയ്യാനോ നിങ്ങളുടെ മതപരമായ വിശ്വാസങ്ങളെ ഹേർട്ട് ചെയ്തുകൊണ്ടോ അല്ല സംസാരിക്കുന്നത്. മെഡിക്കലി എന്താണ് സ്വയംഭോഗം, ഇതിൻ്റെ സത്യാവസ്ഥകളും കുറച്ച് സംശയങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻസും ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, എന്താണ് സ്വയംഭോഗം അഥവാ മാസ്റ്റർബേഷൻ? സ്വന്തം സെക്സ് ഓർഗൻസിനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട്, അതായത് സ്വന്തമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് സെക്ഷൽ പ്ലഷർ കണ്ടെത്തുന്നതിനാണ് നമ്മൾ മാസ്റ്റർബേഷൻ, അതായത് സ്വയംഭോഗം എന്ന് പറയുന്നത്. അതിന് തന്നെ പലതരം രീതികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും ഞാനിവിടെ പറയുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് സെക്ഷൽ പ്ലഷർ കണ്ടെത്തുന്നതിനാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇതൊരു തെറ്റാണ്, ഇതൊരു തെറ്റല്ല. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇത് പുരുഷന്മാർ മാത്രമാണോ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്? അല്ല, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ തന്നെയാണ് മാസ്റ്റർബേഷൻ കണ്ടുവരുന്നത്. കുറച്ചുകൂടി പുരുഷന്മാർ ഇത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും മറ്റുള്ളവരുടെ, ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സ് ഗ്യാങ്ങിലെങ്കിലും പുരുഷന്മാർ ഇത് കുറച്ചുകൂടി ഓപ്പണപ്പായിട്ട് സംസാരിക്കുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. സ്ത്രീകളുടെ ഇടയിലും അതേപോലെ തന്നെ കാണുന്നുണ്ട്. റീസെൻറ്റ് സർവേസ് സൂചിപ്പിക്കുന്ന അനുസരിച്ച് ഇന്ത്യയിൽ 70% മെയിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതായിട്ട് ഓപ്പണായി സമ്മതിച്ചിട്ടുള്ളതും 40% വുമൺ, അതായത് സ്ത്രീകളും സമ്മതിച്ചിട്ടുള്ളതുമാണ്. ബാക്കിയുള്ളവർ ചെയ്യുന്നില്ല എന്ന് ആർക്കും ഉറപ്പൊന്നുമില്ല, അവരതിനെ പറ്റിയിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല എന്ന് മാത്രം. ചിലപ്പോൾ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, സാംസ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതെന്തോ വലിയ പാപമാണ്, തെറ്റാണെന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം ഇതാരും ഓപ്പണായിട്ട് സമ്മതിക്കാത്തതെന്ന് മാത്രം. ഇത് വളരെ കോമൺ ആണ്, ആരും തുറന്ന് പറയുന്നില്ലെങ്കിലും ഒരു മെജോറിറ്റി ആളുകളും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം മിത്തുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാണത്? ഒന്നാമതായിട്ട് പറയുന്നത്, എസ്പെഷ്യലി പുരുഷന്മാരുടെ കാര്യത്തിലാണ് കുറച്ചുകൂടി ഇതിനെ പറ്റിയിട്ടുള്ള സർവേസ് ഒക്കെ വന്നിട്ടുള്ളത്. പുരുഷന്മാരെ പറ്റി പറയുന്നു അവരുടെ ഒരു ഡ്രോപ്പ് സ്പേം എന്ന് പറയുന്നത് 10 ഡ്രോപ്സ് ബ്ലഡിന് ഈക്വലാണ്. സോ അതുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്ന ആളുകളിൽ ബ്ലഡ് ലോസ് ഉണ്ടാകുന്നതും അതുവഴി അവർ ഭയങ്കരമായിട്ട് വീക്ക് ആകുന്നതുമായിട്ട് പറയുന്നു. ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അങ്ങനത്തെ ഒരു കാര്യമില്ല. സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ ആരും വീക്ക് ആവുന്നില്ല. പിന്നെ പറയുന്നൊരു മിത്ത് എന്ന് പറയുന്നത്, സ്വയംഭോഗം കൂടുതലായിട്ട് ചെയ്യുന്നവരിലാണ്, അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും, മുടികൊഴിച്ചിൽ അതുപോലെ മുഖക്കുരു ഒക്കെ കാണപ്പെടുന്നത്. അതും വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അങ്ങനത്തെ ഒരു റിലേഷനും അതുമായിട്ടില്ല. ഇനി വേറൊരു കാര്യം പറയുന്നതാണ്, സ്വയംഭോഗം ചെയ്യുന്നവരിൽ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട്. ഇതും വളരെ റോങ് ആണ്. അതിൻ്റെ ഒരു മെഡിക്കൽ വശം പറയാം. ഒരു സ്വയംഭോഗം ചെയ്യുമ്പോൾ മാക്സിമം 6 to 15 കാലറി എനർജി മാത്രമാണ് അറ്റ് എ ടൈം, അതായത് ഒരു പ്രാവശ്യം സ്വയംഭോഗം ചെയ്യുമ്പോൾ ആണ് ബേൺ ആയി പോകുന്നത്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് വെയിറ്റ് ലോസ് ആണ് വരുന്നത്? അതുപോലെ 3 to 5 ml സ്പേം ആയിരിക്കും, സെമൻ ആയിരിക്കും പുറത്ത് പോകുന്നത്. അതുകൊണ്ട് ഡീഹൈഡ്രേഷനും ഉണ്ടാവുന്നില്ല. സോ ഇതുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ മിത്തുകളെല്ലാം തെറ്റാണ്. പിന്നെ ഉള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ശരിക്കുള്ള സെക്ഷൽ ലൈഫ് ഉണ്ടല്ലോ, അതിന് ഇത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഒരു നോർമലായിട്ടുള്ള റേഞ്ചിലുള്ള രീതിയിലുള്ള മാസ്റ്റർബേഷൻ ചെയ്യുന്ന ആളുകളുടെ സെക്ഷൽ ലൈഫിനെ ഇത് ബാധിക്കുന്നില്ല, മറിച്ച് അത് ഒന്നുകൂടെ സെക്ഷൽ ഡിസൈറിനെ ബൂസ്റ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ അധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ചിലർ ഇതിന് അഡിക്റ്റഡ് ആയി പോകും. അതായത് മാസ്റ്റർബേഷൻ അഡിക്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ പാർട്ട്ണർ സെക്സിന്, അതായത് പെനിട്രേറ്റീവ് സെക്സിന് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പ്ലഷർ കണ്ടെത്താൻ പറ്റാതെ വരികയും അവർക്ക് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് പ്ലഷർ കിട്ടുകയും ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ മാസ്റ്റർബേഷൻ ചെയ്യുന്നതിലൂടെ, അതായത് ഒരുപാട് അഡിക്ഷൻ, ഈ പറഞ്ഞ പോലെ അഡിക്ഷൻ്റെ രീതിയിലേക്ക് അല്ലെ എക്സസീവായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ ഡ്യൂറേഷൻ കുറഞ്ഞ് പ്രിമച്വർ എജാക്കുലേഷൻ, അതായത് ശീഘ്രസ്ഖലനം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വരുമ്പോഴും പാർട്ട്ണർ സെക്സിനെ അത് ബാധിക്കും. അതർവൈസ് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്ണർ സെക്സിനെ, അതായത് നിങ്ങളുടെ സെക്ഷൽ ലൈഫിനെ തെറ്റായ രീതിയിലൊന്നും ബാധിക്കുന്നില്ല. വേറെ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഭാവിയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അത് വളരെ വളരെ തെറ്റാണെന്ന് ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാര്യം ഇല്ല. ഒരു പോസിറ്റീവ് സൈഡിനെ പറ്റി പറയാം. മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എങ്ങനെയാണോ നോർമൽ സെക്സ് ചെയ്യുമ്പോൾ ഉള്ള പ്ലഷർ കിട്ടുന്നത്, അതുപോലെ തന്നെയുള്ളൊരു പ്ലഷർ കിട്ടുന്നുണ്ട്. ആ പ്ലഷറിലൂടെ തന്നെ നിങ്ങളുടെ ഹാപ്പി ഹോർമോൺ സെക്രീറ്റ് ആവുകയും അതുവഴി സ്ട്രെസ്,
ആൻസൈറ്റി, ഇൻസോംനിയ, അതായത് ഉറക്കമില്ലായ്മ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയുന്നതായിട്ടും മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിൽ ഇതെല്ലാം കുറയുന്നതായിട്ടും റീസെൻറ്റ് സ്റ്റഡീസ് സൂചിപ്പിക്കുന്നുണ്ട്. ഓവറോൾ ഉള്ള മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഫീമെയിൽ മാസ്റ്റർബേഷന് കുറച്ചുകൂടെ അഡീഷണൽ ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. അവരുടെ നോർമൽ സെക്ഷൽ ഡിസയറിനെ ഇത് ഇംപ്രൂവ് ചെയ്യുന്നു, അതുപോലെ വെജൈനൽ ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നും സ്റ്റഡീസ് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യാതിരിക്കുന്ന പുരുഷന്മാരിൽ ചിലപ്പോൾ, അതായത് മാസ്റ്റർബേറ്റ് ചെയ്യാത്ത സെക്ഷലി ഉള്ള ഡിസയേഴ്സിനെ ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ, അവർക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് പുരുഷന്മാരിൽ ചിലപ്പോൾ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം എന്ന് പറഞ്ഞൊരു കണ്ടീഷന് കാരണമാവുന്നുണ്ട്. അതായത് ഒന്നുമില്ല, ഒരു ഗ്ലാസ്സിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു, ഗ്ലാസ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് ഓവർഫ്ലോ ആയി പോകും. അതുപോലെ തന്നെ സംഭവിക്കുന്നുള്ളൂ. അതായത് സെക്സ് ചെയ്യുന്നില്ലെങ്കിൽ അതിൽ ഫില്ലായിരിക്കുന്ന സെമൻ തന്നെത്താനെ പുറത്തേക്ക് പോകുന്നൊരവസ്ഥയാണ് ഈ സ്വപ്നസ്ഖലനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരെ അത് കാരണമായിരിക്കാം. സോ ഇതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ എക്സസീവ് ആവാതെ ഹെൽത്തി ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന മാസ്റ്റർബേഷൻസ് ഒരിക്കലും ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല. ഹെൽത്തി ആൻഡ് ഹൈജീനിക് എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്, നിങ്ങൾ ഒരിക്കലും അതിന് അഡിക്റ്റഡ് ആയിരിക്കരുത്. അത് ആവശ്യാനുസരണം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ആരെങ്കിലും നിർബന്ധിച്ചതുകൊണ്ട്, അതായത് ഇപ്പോൾ ഇതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ തൊട്ട് ഇത് മാസ്റ്റർബേറ്റ് നിർബന്ധമായിട്ടും ചെയ്യണം എന്നല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഒരുപാട് സെക്സ് ടോയ്സ് എല്ലാം ഉണ്ട്, വൈബ്രേറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ അത് ഷാർപ്പൊന്നും അല്ലാത്ത രീതിയിലും നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സിന് ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം, ഹൈജീൻ ആയിരിക്കണം, ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് മാത്രമേ മാസ്റ്റർബേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഏരിയകളിലാണ് ഇവിടെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അതർവൈസ് നമ്മളുടെ സാധാരണ യൂട്യൂബ് വീഡിയോസൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ ഇതൊരു പാപമോ അങ്ങനെ ഒന്നുമല്ല. മെഡിക്കലി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ മാസ്റ്റർബേഷനെ കൊണ്ടിട്ട് ഒരു തരത്തിലുള്ള നെഗറ്റീവ് എഫക്ട്സ് ഇല്ലേന്ന്. അതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ അധികമായാൽ അമൃതും വിഷമാണ്. എക്സസീവ് ആയാൽ ഇതൊരു അഡിക്ഷനായി മാറിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മാനസികമായിട്ട് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ എല്ലാം ഉള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ട് ഇതിലേക്ക് മാത്രമാകും ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ, ക്വാളിറ്റി ഓഫ് ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ നിങ്ങളുടെ സെക്ഷൽ ലൈഫിനെയും അത് ബാധിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ സെക്സിൽ നിന്ന് ഒരിക്കലും പ്ലഷർ കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് ആവശ്യമായിട്ട് വരികയും ചെയ്യും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ, എസ്പെഷ്യലി നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്, പ്രിമച്വർ ഇജാക്കുലേഷൻ സംഭവിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്, അതായത് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് നെഗറ്റീവ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ ഈ വീഡിയോ നിർത്തുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വളരെ സെക്സ് എഡ്യൂക്കേഷനുള്ള കുറേ പേര് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളതുകൊണ്ട് പറയുകയാണ്, ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തു എന്നുള്ളത് കൊണ്ട് നെഗറ്റീവ് കമൻസുമായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ട്, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലാതെ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലോ, അതായത് മറ്റെന്തെങ്കിലും മിത്തുകൾ നിലനിൽക്കുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയ എന്തെങ്കിലും മിത്തുകൾ ഉണ്ടെങ്കിലോ, ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഫിസിയോളജിക്കലി നമ്മുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി തുറന്ന് സംസാരിക്കാൻ ധൈര്യവും കൂടി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ റിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ അതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ താങ്ക് യു.